എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കൊറിയറാണ്. ഇതിനകത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജറാണ് അയച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് ഇല്ല, പവർ ഓൺ ആവുന്നില്ല എന്നൊക്കെയാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് സെൻട്രലായുടെ ചാർജറാണ് ഉള്ളത്. ഓക്കെ, ഇത് അഴിച്ചു പറക്കിയിട്ടാണല്ലോ അഴിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് അഴിച്ചു പറക്കി വെച്ചിരിക്കുന്നതാണ് തോന്നുന്നു. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. പുറകിലൊക്കെ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. അതെടുത്ത് റോങ് ആയിട്ട് ഇവിടെ ഇത് ബാക്കിലിടുന്ന സ്ക്രൂ ആണ് എടുത്ത് ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്തായാലും റിപ്പയറിങ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് സാരം. അഴിച്ചെടുക്കാൻ വേറെ സ്ക്രൂ ഒന്നുമില്ല, പക്ഷെ നല്ല ടൈറ്റ് ഇരിക്കുകയാണ്. കാര്യം ഇത് രണ്ടാമത് എടുത്തിട്ടപ്പോഴത്തേക്കും ഇതിൻ്റെ ട്രാക്കിനകത്താണ് ഇത് ഇടാനുള്ളത്. ഇവിടെ ഈ ട്രാക്കിലും ഇവിടെ ഈ ട്രാക്കിലും ഈ ട്രാക്കും ഇവിടുത്തെ ഈ ട്രാക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധനം കറക്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ ബോർഡ് ബെൻഡാക്കി വളച്ച് വെച്ചിരിക്കുകയാണ്. നല്ല ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. കവർ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ കുറേയൊക്കെ പണിയൊക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഹൈ വോൾട്ടേജിൻ്റെ സൈഡൊന്നുമില്ല. അപ്പോൾ സ്റ്റാൻഡ് ബൈ ഇല്ലാത്തതായിരിക്കും ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, ഇതിൽ നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് അതിപ്പോൾ എന്ത് പാർട്ടി കഴിഞ്ഞാലും കൊറിയർ അയക്കുന്ന സമയത്ത് അതിൽ കറക്റ്റായിട്ടൊരു പേപ്പറിൽ ഇതിന്ന കംപ്ലൈൻ്റ് ആണ്, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് അതിനകത്ത് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഇനി ഞാൻ കസ്റ്റമറെ വിളിക്കണം, തിരിച്ച് വിളിക്കണം, എന്നിട്ട് അവരുടെ അടുത്ത് ഫുള്ള് ഡീറ്റെയിൽ ആയി നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്തായാലും നമുക്കിത് കണ്ട് ബോർഡൊക്കെ നല്ല ബെൻഡായിട്ടിരിക്കണം. അത് പ്രോപ്പറായിട്ട് അതിനകത്ത് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ സ്റ്റാൻഡ് ബൈ മെയിൻ ഓൺ ആകുമ്പോഴേക്ക് ഇതാണ്ട് ഈ ഒരു ലൈറ്റ് കത്തും. പിന്നെ ഇതിൻ്റെ വോൾട്ടേജ് ഇവിടെ എഴുതിയിട്ടുണ്ട് 67.2 10 ആംപിയർ. അതേ കണക്ക് തന്നെ ഇതിൻ്റെ സ്റ്റിക്കറിൽ വന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 71.4 10 ആംപിയർ. ഇതിൽ 67.2 10 ആംപിയർ. ഓക്കെ, ഇപ്പോൾ ഒന്ന് പവർ പ്ലഗ് ചെയ്ത് നോക്കാം. അതേ സീരിയലിലൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. എന്തെങ്കിലും യാതൊരുവിധ അനക്കവുമില്ല. ഇവിടെ ഈ സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തുന്നില്ല. ഇവിടെ ഈ ഒരു പാർട്ടാണ് നമുക്ക് സ്റ്റാൻഡ് ബൈ സെക്ഷനിലോട്ട് വരുന്നത്. ഇവിടെ സ്റ്റാൻഡ് ബൈയുടെ IC ഒക്കെ റീപ്ലേസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് വൈപ്പിൻ്റെ IC ആണ് വരുന്നത്, വൈപ്പർ IC ആണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് പവർ കൊടുത്തിട്ട് ഇതിനകത്ത് 320 വോൾട്ട് സ്റ്റോറിങ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സോ നെഗറ്റീവ് പ്രോബ് വയ്ക്കുക, പോസിറ്റീവ് പ്രോബ്. നമുക്ക് 320 വോൾട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത ഈ ഒരു പവർ സപ്ലൈയിൽ 320 വോൾട്ട്. ഈ പവർ സപ്ലൈയിൽ നമുക്ക് ഇവിടെ 320 വോൾട്ട് പ്രസൻ്റ് അല്ല. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 320 വോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അതേ കണക്ക് തന്നെ ഈ ഒരു വൈപ്പർ ICയിൽ 320 വോൾട്ട് വരണം. ഇവിടെ നമുക്ക് ആ 320 വോൾട്ട് വരുന്നില്ല, പ്രസൻ്റ് അല്ല. അപ്പോൾ എവിടെയാണ് നമുക്ക് ബ്രേക്ക് ആയിരിക്കുന്നത് എന്ന് നോക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഒന്ന് അടിച്ചു കളയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ചോപ്പറാണ് MAG 12300 എന്നുള്ള ഈ ഒരു ചെറിയ ചോപ്പറാണ് നമ്മുടെ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ 320 വോൾട്ട് പ്രസൻറ്റ് ആയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നോക്കണം. ഇവിടെ നിന്ന് പോസിറ്റീവ് സപ്ലൈ, ഈ കപ്പാസിറ്ററിൻ്റെ നിന്ന് പോസിറ്റീവ് സപ്ലൈ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പണാണ്. കൊടുത്തിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഈ റെസിസ്റ്റൻസ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയെന്ന് നമുക്ക് ഓംസ് മോഡിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ റെസിസ്റ്റൻസ് ഓപ്പൺ ആണ്. ഇനി ആ ഹോളൊന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഈ ഫ്ലെക്സും ഈ ബ്ലാക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. ഒന്ന് ക്ലീൻ ചെയ്യാം. ആ മാറ്റിയ റെസിസ്റ്ററിനടുത്ത് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് 10 ohm 2 watt ഒരു റെസിസ്റ്റൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ 320 വോൾട്ട് വരാനുള്ള ആ ഒരു തടസ്സം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി ആ 320 വോൾട്ട് വന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ നെഗറ്റീവ് പ്രോബ് നെഗറ്റീവിൽ വെച്ചിട്ട് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിൽ വെച്ചിട്ട് ഇവിടെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 320 വോൾട്ട് വന്നിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ IC കൂടെ ഒന്ന് ചേഞ്ച് ആക്കണം. ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ആക്കാം. അത് എന്താണെങ്കിലും എന്തെങ്കിലും മിസ് കോണ്ടാക്റ്റ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ കാര്യങ്ങളൊക്കെ നോക്കാവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ICയുടെ അലൈൻമെൻറ്റ് നോക്കാം. കറക്റ്റായിട്ടാണ്. ഇവിടെ ആ ലൈനിൻ്റെ വെട്ട് കറക്റ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വരുന്നത് ഈ ICയുടെ 1, 2 പിന്നെന്ന് പറയുന്നത് സോഴ്സാണ്. അതായത് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ പിന്നെ നമ്മുടെ ഫീഡ്ബാക്ക്, അതായത് ഔട്ട്പുട്ട് സപ്ലൈയുടെ ഫീഡ്ബാക്കാണ് മൂന്നാമത്തെ പിന്നിൽ വരുന്നത്. നാലാമത്തെ പിന്നെന്ന് പറയുന്നത് VCC, ഈ IC വർക്ക് ചെയ്യാനുള്ള VCC സപ്ലൈയാണ് നാലാമത്തെ പിന്നിലോട്ട് വരേണ്ടത്. 5, 6, 7, 8 ഈ 4 ലൈനും ഡ്രെയിനാണ്. അതായത് അവിടെയാണ് നമ്മുടെ ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന 320 വോൾട്ട് ഈ ഒരു നമ്മളിപ്പോൾ മാറ്റിയിട്ടുള്ള ഈ ഒരു 10 ohms 2 watt റെസിസ്റ്റർ വഴി കയറി ഇറങ്ങി ഇവിടെ ഈ ഒരു ചോപ്പറിൻ്റെ വൈൻഡിങ്ങിൽ കയറി ഇറങ്ങിയിട്ട് നേരെ ഈ ICയുടെ ഈ 4 ലെഗിലും കൂടെ വരും. അപ്പോൾ ഇത് ഡബിൾ ലെയർ PCB ആണ്. ഈ ഡബിൾ ലെയർ PCBയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, സോൾഡർ ചെയ്യുന്ന സമയത്ത് അത് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം, അത് സോൾഡർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ അടിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതി ഇത് കോണ്ടാക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഇത് ബോട്ടം സൈഡ് സോൾഡറിങ് ആണ്. ബോട്ടം സൈഡാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ഇത് നമുക്ക് ഇവിടെ സോൾഡർ ചെയ്യാം. അതേ കണക്ക് തന്നെ സോഴ്സ് പിന്നെ വരുന്നത് ഇത് VCC ലൈനാണ്. ഈ VCC ലൈനും ബോട്ടം ഇതുവഴിയാണ് സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫീഡ്ബാക്കാണ്. ഈ ഫീഡ്ബാക്ക് ലൈന് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ നമുക്ക് ബസർ മോഡിൽ ഇടാം. ബസർ മോഡിലിട്ടിട്ട് അപ്പോൾ ഈ ഒരു പിന്ന്, മൂന്നാമത്തെ പിന്നെന്ന് പറയുന്നത് ഇവിടെ വരും. ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഈ ഒരു ലെഗിൽ മൂന്നാമത്തെ പിന്ന് വരും. അതായത് ഈ ഒരു ഡോട്ട്സിൽ മൂന്നായിട്ട് കോണ്ടാക്റ്റ് വേണം. ഇവിടെ നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല. അതായത് ഫീഡ്ബാക്കുമായിട്ട് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല. ഫീഡ്ബാക്കുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല. നമുക്ക് ബസർ കേൾക്കാനുള്ളതാണ്. ഇവിടെ 300 something ohms ആണ് കാണിക്കുന്നത്. അതിൻ്റെ ലെഗിൽ വരുമ്പോഴത്തേക്കും അത്രയും
അല്ല, നമുക്ക് 0 ohms ഇവിടെ കാണിക്കണം. അതേ കണക്ക് തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ VCC സപ്ലൈ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഈ ഒരു ചോപ്പറിൽ നിന്ന് ഒരു ഔട്ട് വരും. അവിടെ നിന്ന് ഒരു ഡയോഡ് ഇട്ടിട്ട് ഒരു കപ്പാസിറ്ററും ഇട്ട് കൊടുത്തിരിക്കും. അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇവിടെ VCC സപ്ലൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്ററിൻ്റെ ഡയോഡിൻ്റെ പോസിറ്റീവിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും നമുക്ക് ബസർ കേൾക്കണം. പക്ഷേ ബസർ ഇവിടെയും കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് VCCയും പ്രോബ്ലമാണ്, ഇവിടുത്തെ ഈ ഒരു ഫീഡ്ബാക്ക് ലൈനും പ്രോബ്ലമാണ്. അപ്പോൾ VCC ലൈൻ പ്രോബ്ലം വരാൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. ഈ ഒരു റെസിസ്റ്റൻസിൽ ഇവിടെ 10 ohmsൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് മാറ്റണം, ഈ ഒരു ഫീഡ്ബാക്കിൻ്റെ കണ്ടിന്യൂറ്റിയും റെഡിയാക്കണം. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ആ റെസിസ്റ്റൻസ് ഒന്ന് മാറ്റാം. ഈ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് നമുക്കൊരു 10 ohmsൻ്റെ റെസിസ്റ്റൻസ്, പുതിയ റെസിസ്റ്റൻസ് ഇടാം. ഓക്കെ, നമ്മൾ 10 ohmൻ്റെ പുതിയ റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 10 ohms വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫീഡ്ബാക്കിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ICയുടെ മൂന്നാമത്തെ ലെഗ് അത് ഈ സൈഡിൽ നിന്ന് തന്നെ അങ്ങ് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നിങ്ങനെ സോൾഡർ ചെയ്തു. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഹോളിൽ ചെക്ക് ചെയ്ത കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഹോളിലും ഈ മൂന്നാമത്തെ പിന്നിൽ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് എത്ര വോൾട്ടേജ് ഉണ്ട്, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് 12 വോൾട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റാൻഡ് ബൈ വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ 12 വോൾട്ട് നോക്കിയത്. ഇനി മെയിൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇത് റിലീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കണം. 71 വോൾട്ട്, 70.5 വോൾട്ട് നമുക്കിവിടെ റിലീസായിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. എല്ലാ മോഡലിലും ഇങ്ങനെയല്ല. പക്ഷേ ഈ മോഡൽ എന്താണ് ഇങ്ങനെയെന്ന് അറിയത്തില്ല. എല്ലാ മോഡലും ഇങ്ങനെ നമ്മൾ ലോഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫാൻ മോട്ടർ കറങ്ങുള്ളൂ. പക്ഷേ ഈ ഒരു മോഡലിൽ ഓൾറെഡി ഇതിൻ്റെ ഔട്ട്പുട്ട് ഓൺ ആയപ്പോൾ തന്നെ ഫാൻ മോട്ടർ കറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ചാർജർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്ലഗിൽ, ഇതിൻ്റെ ഔട്ട്പുട്ട് പ്ലഗിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. അവിടെയും ആ സെയിം 70.5 വോൾട്ട് വരുന്നുണ്ട്, ചാർജിങ് വോൾട്ടേജ് വരുന്നുണ്ട്. സെൻട്രലയുടെ ഈ ഒരു ചാർജർ തിരിച്ച് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡ് ബൈ മാത്രമായിട്ട് ഇതിൽ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്തോളാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതേ കണക്കുള്ള പവർ സപ്ലൈ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിക്ക് വേണം ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.